ഹായ് ഫ്രണ്ട്സ്, റമദാൻ സ്പെഷ്യൽ തരിക്കഞ്ഞിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണിത്. ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു തരിക്കഞ്ഞി തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തരിക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. തരിക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് അത്യാവശ്യം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കിസ്മസും ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്നട്ട് അത്യാവശ്യം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് തരിക്കഞ്ഞിയുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് റവ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ റവയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണ് ഈ ഒരു തരിക്കഞ്ഞി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് റവ ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇതിലേക്ക് ചേർത്ത റവയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ട് നന്നായിട്ടൊന്ന് നെയ്യിൽ കിടന്നിട്ട് മൂത്ത് വരണം. അതിനുശേഷം നമ്മളിതിലേക്ക് 1 കപ്പ് ഗ്രേറ്റഡ് ആയിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് തരിക്കഞ്ഞി കുടിക്കുമ്പോൾ ഒരു പച്ച ചൊവ ഉണ്ടാവും. അപ്പോൾ 2 മിനിറ്റെങ്കിലും നന്നായിട്ട് ഈ നെയ്യിൽ കിടന്നിട്ട് വഴറ്റിയെടുക്കണം. ഈ ക്യാരറ്റും കൂടി ആഡ് ചെയ്തിട്ട് തരിക്കഞ്ഞി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, ഒരു പ്രത്യേക രുചിയാണ് നമ്മളിങ്ങനെ ക്യാരറ്റും കൂടി ആഡ് ചെയ്തിട്ട് തയ്യാറാക്കുമ്പോൾ. ഇപ്പോൾ ഈ കൂട്ട് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 3/4 കപ്പോളം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം. പഞ്ചസാര ചേർത്ത ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ ക്യാരറ്റിലേക്ക് പഞ്ചസാരയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ വഴറ്റി കൊടുക്കണം. പഞ്ചസാര ഈ കൂട്ടിലേക്ക് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയുടെ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഏലക്കയുടെ പൊടി ഇടുന്നതിന് പകരമായിട്ട് ഏലക്ക തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒരു 1 മിനിറ്റോളം ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്ററോളം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിലർ തരിക്കഞ്ഞി തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവിൻ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പശുവിൻ പാൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല തിക്കായിട്ട് ശരിക്കും പായസത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് തിളച്ച് വരുമ്പോൾ തീ കുറച്ചിട്ടിട്ട് ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ കുറച്ചിട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു പാല് കുറുകി വരുമ്പോൾ ശരിക്കും നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തരിക്കഞ്ഞി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറുക്കി എടുത്താൽ മതി. പിന്നെ ഇത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യൽ തരിക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ശരിക്കും പായസത്തിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ തരിക്കഞ്ഞിയാണിത്. അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. താങ്ക്